പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അന്നപൂർണ 1-ൻ്റെ അടുത്താണ്. ഇന്നലെ വൈകിട്ട് തിരിച്ചോ ബേസ് ക്യാമ്പിലെത്തി. ഇപ്പോൾ രാവിലെ 5:30 മണിക്ക് നടക്കാൻ തുടങ്ങിയതാണ്. എല്ലാവരും അങ്ങനെ വരിയായിട്ട് നടക്കുന്നുണ്ട്. ഇന്നലെ താമസിച്ച സ്ഥലമാണ്. അങ്ങ് താഴെ കാണാം, സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നേരെ നമ്മൾ അന്നപൂർണ 1-ൻ്റെ അടുത്തായിട്ടുണ്ട്. നമുക്കിനി പോവേണ്ടത് തിലിച്ചോ ലേക്കിലോട്ടാണ്. ആ വഴിയാണ് അങ്ങ് ദൂരെ കാണുന്നത്. അപ്പോൾ അതാ കാണുന്നതാണ് അന്നപൂർണ 1. അപ്പോൾ നമുക്കിനി തിലിച്ചോയിലോട്ടാണ് പോവേണ്ടത്. സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. അവിടെ നിന്ന് ഉദിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തിലിച്ചോയിലോട്ട് പോവാം. കുറച്ചുകൂടെ വെയിലായപ്പോൾ വ്യക്തമായിട്ട് കാണാം അന്നപൂർണ. ഇപ്പോഴാണ് സൂര്യൻ ഉദിച്ച് വന്നത്. എല്ലാവരും നടക്കുന്നതേ ഉള്ളൂ. ആരും അങ്ങ് കഴിഞ്ഞില്ല. എല്ലാവരും നടക്കണേ ഉള്ളൂ. അയ്യോ, എൻ്റെ ബാക്കിൽ കാണുന്ന ആ മലയുടെ താഴെ പോകണം. അങ്ങനെ നടക്കുന്ന വഴിയിലെല്ലാം ഇതാ ഐസ് ആദ്യമായിട്ട് ഐസ് കണ്ടു തുടങ്ങി. അങ്ങ് മുകളിൽ നിന്ന് കല്ല് വരാൻ സാധ്യതയുണ്ട്. ഇവിടെയെല്ലാം വെയിലടിക്കുന്നതനുസരിച്ച് ഐസ് ഉരുകിയിട്ട് കല്ല് വരും. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഇവിടെയൊക്കെ കാണാം. ഈ മല അങ്ങ് ആകാശത്തിൻ്റെ താഴെ നിന്നാണ് ചരിവ്. ഇന്നലെ വലിയ ബാഗുമായിട്ട് നടന്ന്, ഇന്ന് ബാഗ് ഇല്ലാതെ നടക്കാൻ പറ്റണില്ല. ഐസ് ഇവിടെ എല്ലാം ഉരുകി തുടങ്ങി. ഇതിനകത്തോട്ടാണ് പോവാനുള്ളത്. തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അന്നപൂർണയിലോട്ട് ലൈറ്റ് സൂര്യൻ അടിച്ച് തുടങ്ങിയില്ല.
കുറേ നടന്ന് നിരപ്പായ സ്ഥലത്തെത്തി. തിരിച്ചുവലോട്ട് നമുക്ക് ആ വഴിയാണ് പോവേണ്ടത്. നേരെ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. തണുപ്പുണ്ട്, വലിയ തണുപ്പില്ല. നമ്മൾ ബേസ് ക്യാമ്പ് പോയ അനുസരിച്ച് തണുപ്പില്ല. മഞ്ഞിൻ്റെ ഏറ്റവും അടുത്താണ്. നമ്മൾ അന്നപൂർണ 1 അതാ കാണാം. അതാ കാണുന്നതാണ് അന്നപൂർണ 1. നമുക്ക് നേരെ തിരിച്ചോയിലോട്ട് പോകാം. തിരിച്ചോ തണുപ്പുണ്ട്. ചില സമയത്ത് നല്ല തണുത്ത കാറ്റിങ്ങനെ വരുന്നുണ്ട്. ആ സമയത്ത് തണുപ്പുണ്ട്. മണി 10 10 മണിയായി. എന്നിട്ടും സൂര്യൻ അങ്ങോട്ട് നന്നായിട്ട് ഉദിച്ച് വരുന്നില്ല. തിരിച്ചു വരെ ഭാഗങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത് അതിന് മുമ്പേ ഉള്ള ചെറിയ 2 ലേക്കാണ്. നമുക്ക് പോവേണ്ട വഴി അങ്ങനെ കിടക്കുക. നമുക്ക് ഇനിയും കുറച്ചുകൂടെ നടക്കാണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റ് കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മളെ സ്ഥലത്തെത്തും. കറക്റ്റ് തിരിച്ചോ ലേക്ക്, തിരിച്ചോ ബേസ് ക്യാമ്പ് ഒക്കെ ഉണ്ട്. ഇനിയുണ്ട് കുറച്ച് നടക്കാൻ. രാവിലെ പോയവരൊക്കെ നടന്നിട്ട് വരെ 5:30 മണിക്ക് ഇറങ്ങിയതാണ്. 5:30 മണിക്ക് അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് 5:30 മണിക്ക് ഇറങ്ങി. 1-2 തേരി ഉണ്ടായിരുന്നു, വളഞ്ഞ് പൊളഞ്ഞ്. അതൊന്ന് കയറി പറ്റേ ഒരു രക്ഷയില്ലാത്ത ഏരിയ. എന്തായാലും ഒരു ഇതൊക്കെ കയറി ഇങ്ങെത്തി. പക്ഷെ അവിടെ പോകുമ്പോൾ ഫോട്ടോ എടുത്തേരെ ആരും കാണില്ല, ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാ കാര്യം. രാവിലെ പോയവരൊക്കെ തിരിച്ച് കിടന്ന് വരാം. ഇത് നടന്നിട്ടൊന്നും ആയില്ല. ഓരോ സ്ഥലത്ത് നോക്കുമ്പോൾ ഇപ്പം എത്തുമെന്ന് തോന്നും, പക്ഷെ ഒന്നും ആയില്ല. ഇത് ആൾക്കാർ അങ്ങ് ദൂരെ നിൽക്കുന്നതേ ഉള്ളൂ. ഒരു സൈഡ് മൊത്തം മഞ്ഞുമല. അയ്യോ, ഇവിടെ കുറച്ച് നിരപ്പായ സ്ഥലമാണ്. നടക്കാൻ എളുപ്പമുണ്ട്, പക്ഷെ തണുപ്പ് ഉണ്ട്. അങ്ങനെ മഞ്ഞിൻ്റെ മടിത്തട്ടി കൂടെ നടക്കുകയാണ്. രാവിലെ പോയവരൊക്കെ തിരിച്ചു വരികയാണ്. പിന്നെ ഇതൊക്കെ കാണാൻ വന്നതല്ലേ, പതിയെ നടന്ന് കണ്ടാൽ മതി. സ്പീഡിൽ നടന്ന് കാണേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് എന്തായാലും ഒരു ദിവസം ഇവിടെ പോവും. ഹലോ,
ഇന്നെന്തായാലും ഒരു ദിവസം ഇവിടെ പോവും. അതുകൊണ്ട് വളരെ സമാധാനമായിട്ട് എപ്പോഴും വരാൻ പറ്റുന്ന സ്ഥലമല്ല, ഓടി ഓടി വരാൻ പറ്റുന്ന സ്ഥലമല്ല. ഇപ്പോൾ തന്നെ 10-10:30 ഇനി ഇത് കണ്ട് തിരിച്ചു പോയി വരുമ്പോൾ എങ്ങനെയായാലും 3:30 മണി 2:30 മണിയാവും. അതിനെക്കാട്ടി ഇന്നിവിടെ നിൽക്കേണ്ടി വരും. ഏറ്റവും ബാക്കി കിടന്ന ഒരാളാണ് ഇതാ വരുന്നത്. നടക്കാൻ പറ്റാതായപ്പോൾ കുതിരപ്പുറത്ത് കയറി പോന്നു. എന്നിട്ട് കുതിരയിൽ വന്ന് ഇവിടെ കണ്ടിട്ട് തിരിച്ചു പോകണം. ഞാൻ നടന്നു വന്നതിൻ്റെയും ഒരു 4-5 എന്താ പറയുക, ഈ പാമ്പ് വളയം പോലത്തെ വഴി താഴെയായിരുന്നു. അവരവിടെ നിന്ന് കുതിര എടുത്ത് നടന്ന് കണ്ടിട്ട് തിരിച്ചു പോകണം. നമ്മളിവിടെ അങ്ങ് എത്തിയില്ല. നമ്മൾ തിരിച്ചു വരെ ബോർഡ് കണ്ട് അങ്ങനെ അവസാനം തിരിച്ചോലേക്ക് കണ്ട്. ഇതാണ് തിരിച്ചോ ലേക്ക്. ഇവിടെ ഒരു ശിവൻ്റെ പ്രതിമയൊക്കെ ഉണ്ട്. ഒരു ബുദ്ധ വിഗ്രഹവും ഒരു ശിവൻ്റെ വിഗ്രഹവും ഇവിടെ ഉണ്ട്. അങ്ങനെ അവസാനം കഷ്ടപ്പെട്ടതെല്ലാം വളരെ മനസ്സിന് സമാധാനം, വളരെ ഭംഗിയുള്ള ഒരു ലേക്കിൻ്റെ അവിടെ നമ്മളെത്തി. ഇവിടെ ഒരു രാവിലെ വന്നവരെല്ലാം തിരിച്ചു കിടക്കുകയാണ്. എത്ര കണ്ടാലും മതി വരാത്ത കണക്കിന് ലേക്കുണ്ട്. פשוט כאילו יותר... ഹായ്. Hello. Hi. We are here. We're here finally. ഇവര് നമ്മള് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ സ്ഥലത്ത് നിന്നേ കാണാൻ തുടങ്ങിയാണ് ഇവർ രണ്ടുപേര്. We made it. So do subscribe, like and comment, guys. Right on. Finally you made it. അയ്യോ, My friend! אבל מה היה? משהו מתחת בנעליים. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ. ഞാനിപ്പോൾ ഉള്ളത് തിലിച്ചോ ലേക്കിലാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്കൊരു ബുദ്ധൻ്റെയും ശിവൻ്റെയും വിഗ്രഹം കാണാം. അത് കഴിഞ്ഞത് ആ ബാക്കിലോട്ട്
വളരെ വിശാലമായ ലേക്ക് ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മൾ ഇത്രയും നടന്ന് കഷ്ടപ്പെട്ട് വന്നതിന് വളരെ നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക. വളരെ വളരെ മനോഹരമായൊരു കാഴ്ചയാണ് എൻ്റെ ബാക്കിൽ കാണാൻ പറ്റുന്നത്. ഒരു ബുദ്ധൻ്റെയും ഒരു ശിവൻ്റെയും പ്രതിമ ഇവിടെ ഉണ്ട്. എൻ്റെ ബാക്കിൽ നമുക്ക് ഇങ്ങോട്ടൊക്കെ ഒരുപാട് നടക്കാം. സമയമുള്ള അനുസരിച്ച് നമുക്ക് താഴോട്ടൊക്കെ പോവാം. ഇങ്ങനെ റൗണ്ട് ചെയ്ത് വേണമെങ്കിലും നടക്കാൻ പറ്റും. അങ്ങനെ വളരെ മനോഹരമായൊരു സ്ഥലമാണ്. അന്നപൂർണ സർക്യൂട്ടിൻ്റെ ഭാഗമായി തിരിച്ചൂർ വരുന്നവർക്ക് തിരിച്ചൂരിലോട്ട് വരാം, അല്ലാതെ സർക്യൂട്ട് ചെയ്ത് പോകുന്നവരിക്കും പോവാം. നല്ല തണുപ്പാണ്, നല്ല തണുപ്പ്.